എന്തായാലും ഈ വീക്കെൻഡ് റൂമിലിരിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ വിചാരിച്ചു നേരെ വെയിൽസിലേക്ക് വിട്ടാലോ എന്ന്. സത്യം പറഞ്ഞാൽ വെയിൽസിനെ കുറിച്ച് അധികം ഐഡിയ ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായി UK വേറൊരു സൈഡാണ് ഇതെന്ന്. നമ്മൾ ട്രെയിനിലാണ് പോകാമെന്ന് വിചാരിച്ചാൽ അറ്റ്ലീസ്റ്റ് ചീപ്പ് വരുന്ന ടിക്കറ്റ് പ്രൈസ്, പിന്നെ ഇവിടുത്തെ പച്ചപ്പും ഹരിതാപവും കണ്ട് അങ്ങനെ നമ്മൾ ലണ്ടൻ ടോ സ്റ്റേഷനിലെത്തി. ഇത് നോർത്തേൺ വെയിൽസ് ആണ്. സോ ഇവിടെ നിന്ന് നമ്മൾ കോൺവേ കാസൽ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോകാനായിരുന്നു പ്ലാൻ ചെയ്തത്. സോ ഇതാണ് ഇവിടുത്തെ കോൺവേ കാസൽ. തൊട്ട് സൈഡിൽ നല്ല സൈഡൊക്കെ ഉണ്ട്. നാട്ടിലെ നമ്മുടെ കൊച്ചിയിലെ ബോട്ട് ജെട്ടി എന്നൊക്കെ പറയാം. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് നേരെ കോൺവേ കാസലിലോട്ട് എൻട്രിക്ക് വേണ്ടി പോയതാണ്. അപ്പോഴാണ് ഗൈസ് മനസ്സിലായത് എൻട്രിക്ക് സമയം കാലമൊക്കെ ഉണ്ട്. നമ്മളെത്തിയത് കുറച്ച് ലേറ്റായിപ്പോയി. സോ അവിടെ നിന്ന് നടന്ന് നമ്മൾ ബസ് പിടിക്കാനൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മുടെ സ്റ്റേ എന്ന് പറഞ്ഞ ഒരു കാരവാൻ സെറ്റപ്പാണ്. സോ ഇവിടെ നിന്ന് നമ്മൾ കുറച്ച് ദൂരോട്ട് പോകണം. അങ്ങനെ നമ്മളിത് ഈ കാരവാൻ സെറ്റപ്പ് ഏരിയയിലോട്ട് എത്തി. നമ്മുടെ ഹൗസ് നമ്പർ 71 എന്താണ്. ഇനി അത് കണ്ടുപിടിക്കാൻ വേണ്ടി കുറച്ച് നടക്കണം. കാരണം ഇവിടെ കുറേ കാരവാനൊക്കെ ഉള്ളതുകൊണ്ട് ഏതാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാണ്. പിന്നെ അതേ നമ്മുടെ കാരവാൻ, ദിസ് ഇസ് അവർ കാരവാൻ. അങ്ങനെ നമ്മൾ അകത്തോട്ട് കയറുകയാണ്. ഈ സെറ്റപ്പ് പരിപാടിയാണ് ഇവിടുത്തെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കറക്റ്റ് ഒരു ഹോട്ടൽ സെറ്റപ്പാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. 3 ബെഡുണ്ട്, 2 വാഷ്റൂമുണ്ട്, TV ഉണ്ട്, എല്ലാം ഉണ്ട്. അവസാനം നമ്മൾ വിശന്ന് ഇരുന്നപ്പോഴാണ് നമ്മളൊന്ന് പുറത്തൊക്കെ പോയി ഫുഡ് കഴിച്ചിട്ടൊന്ന് ഷെയ്ക്ക് കുടിച്ച് അവസാനിപ്പിക്കുകയെന്ന് വിചാരിച്ചു. നല്ലൊരു ഷെയ്ക്കാണ്. അതും കുടിച്ചിട്ട് നമ്മൾ തിരിച്ച് അക്കോമഡേഷനിൽ പോകാം. കാരണം നല്ല ടയേർഡാണ് ഇന്നത്തെ ദിവസം. രാത്രിയാകുമ്പോൾ ഇവിടെ കാണാൻ നല്ല രസമാണ്. ഓരോ ആൾക്കാർ ഓരോ ലൈറ്റും എല്ലാം സെറ്റപ്പുകളും പുറത്ത് വെച്ചിട്ടുണ്ട് അവരുടെ അക്കോമഡേഷനിൽ. നമ്മളൊക്കെ വീട്ടിൽ വന്നങ്ങ് ചില്ല് ചെയ്തൊന്ന് സെറ്റ് ചെയ്ത് ഉറങ്ങിയിട്ട് നാളെ നമ്മൾ ബാക്കി കണ്ടിന്യൂ. സോ ഫോളോ ഫോർ മോർ.